നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂടിലാണ് LDF സ്ഥാനാർത്ഥി എം സ്വരാജ്. സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളെ കാണാനിറങ്ങും മുൻപ് നിലമ്പൂരിനെക്കുറിച്ചും മാനവികതയെക്കുറിച്ചും കൈരളി ന്യൂസിനോട് സ്വരാജ് പങ്കുവച്ച കാര്യങ്ങൾ കൂടി നോക്കാം. എം സ്വരാജിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ കടുത്ത ആവേശത്തിലാണ് പ്രവർത്തകർ. എതിർശേരിയിലുള്ളവരാകട്ടെ സ്വരാജ് സ്വീകരിച്ച നിലപാടുകളെ വീണ്ടും വിമർശനവിധേയമാക്കുകയാണ്. എന്നാൽ നിലപാടുകളും കാഴ്ചപ്പാടുകളും വിട്ടുവീഴ്ച ചെയ്യാനുള്ളതല്ലെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുകയാണ് സ്വരാജ്. അതെന്താ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു പെശക് സംഭവിക്കാം. ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ അത് അങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത് എന്ന് തോന്നിയാൽ അത് തിരുത്താൻ എനിക്കൊരു മടിയുമില്ല. അതിൽ ദുരഭിമാനമില്ല, അതിലൊരു മടിയുമില്ല. ഇതുവരെ അങ്ങനെ വേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ കാരണം അന്ന് ആ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ആ നിലപാടിൽ മാറ്റം വരുത്തേണ്ട ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല. അതിലങ്ങനെ ഒരു പിശകായ സാഹചര്യം വന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ടാണ് സ്വരാജിന്റെ പ്രസംഗങ്ങളിലും വാക്കുകളിലും എക്കാലവും സ്പഷ്ടമായി തെളിഞ്ഞു നിൽക്കുന്നതാണ് മാനവികതയോടുള്ള പ്രതിബദ്ധത. സ്വന്തം മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ തെളിഞ്ഞുകാണുന്ന സെക്യുലറിസത്തിൽ നിന്നുകൂടിയാണ് ആ രാഷ്ട്രീയം സ്വരാജിന്റെ ഉള്ളിൽ പതിഞ്ഞിരിക്കുന്നത്. നിലമ്പൂര് ഒരു സെക്കുലർ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു നാടാണ്. പിന്നീട് ഈ നവോത്ഥാന മൂവ്മെന്റുകൾ, സാമൂഹ്യ പരിഷ്കരണം, അതിന്റെ ഭാഗമായി അതാണ് ഞാൻ പറഞ്ഞത് EKM. ഇതൊരു നല്ല മനുഷ്യനാകാൻ നോക്ക്. അതാണ് ഈ നാട്ടുഭാഷയിൽ പറയുന്നതാണ്. നീ ഒരു നല്ല മനുഷ്യനാവുക എന്നാണ് അതിന്റെ മലയാളം. അപ്പോൾ EKM. അപ്പോൾ അത് ആ കാലത്ത് ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ ഒരു മാനവികതയുടെ ആശയം മുൻപോട്ട് പോവുകയാണ്. വെറുക്കുന്നവരെയും എതിർക്കുന്നവരെയും സ്നേഹിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ സ്നേഹമെന്ന് ബൈബിളിനെ ഉദ്ധരിച്ചു പറയുകയാണ് എം സ്വരാജ്. പിന്നെ നീ നിന്നെ വെറുക്കുന്നവരെയും സ്നേഹിക്കുക എന്നതാണ്. അത് ഒരുപക്ഷെ ലോകത്തിൽ എല്ലാ സംഘർഷങ്ങളുടെയും കാലത്ത് ഓർത്തിരിക്കേണ്ട ഒരു വാചകമാണെന്ന് എനിക്ക് തോന്നുന്നു. പിണറായിസം എന്ന വാക്കിനും സ്വരാജിന് കൃത്യമായ നിർവചനമുണ്ട്. വേറൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ പിണറായിസം എന്ന് പറയുന്നത് ഒരു ആക്ഷേപ വാക്കായി പറഞ്ഞതാണ്. പക്ഷേ കേരളത്തിൻ്റെ സവിശേഷതകളുടെ ഒരു വിളിപ്പേരായി അതിനെ ഇന്നത്തെ ലോകം കണ്ടു. അതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ChatGPT-യോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്, ക്ഷേമ പദ്ധതികൾ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പൊതുവെ വിളിക്കുന്ന ഒരു പേരാണ് പിണറായിസം എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.